ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഒരാഴ്ചയുടെ മുകളിലായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം നമുക്ക് നോൽമ്പ് പിന്നെ അതിൻ്റെ ഇടയിൽ പനിയൊക്കെ ആയി, തൊണ്ടവേദനയും പനിയൊക്കെ വന്നിട്ട് എണീക്കാൻ തന്നെ വയ്യട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നമുക്ക് വീഡിയോ ലേറ്റായി പോയത്. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വീഡിയോ ആയിട്ട് ഞാൻ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്നും കുഴപ്പമൊന്നും ഇല്ലയെന്ന് വിചാരിക്കണില്ലേ? നോൽമ്പൊക്കെ ആയിട്ട് നല്ല ചൂടും ക്ഷീണവും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ റമദാൻ മാസത്തിൽ ആർക്കെങ്കിലുമൊക്കെ മഴ ലഭിച്ചവരുണ്ടെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പോൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൊതിക്കുക കേട്ടോ. മഴ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ചൂടൊക്കെ ഒന്ന് കുറച്ച് ഒരു ഇതുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ മഴ ലഭിച്ചവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നമുക്ക് വേറെ സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. നമ്മളെ ഫാമിലി 1000 കടന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫാമിലിയിൽ 1000 സംതിങ്ങിൻ്റെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, എന്ത് കമൻറ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്, നന്ദി. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റും നിങ്ങളെ ലൈക്കൊക്കെ ഇനിയും പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് 1000 ഫാമിലി ആകാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളെ ഫാമിലിയിലെ ആർക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കട്ടെ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സന്തോഷ വാർത്തയും കൂടി അറിയിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്, നമുക്ക് റെഡിമെയ്ഡ് പർദ്ദയൊക്കെ വാങ്ങി കൊണ്ടുവരുമ്പോൾ നമ്മളെ ഈ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഒരുപാട് തൂങ്ങിയിട്ട് ഇങ്ങനെ നമ്മളെ കയ്യിൻ്റെ ആ മസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കിടക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഷോൾഡർ കുറച്ചെടുക്കാൻ നോക്കട്ടോ. അപ്പോൾ നമുക്കിത് ശരിയാക്കി എടുക്കാൻ തയ്യൽ അറിയണമെന്നോ തയ്യൽ പഠിക്കണമെന്നോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് മെഷീന് ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി. ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ കറക്റ്റ് അളവിലേക്ക് നമുക്ക് പർദ്ദ ശരിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് ശരിയാക്കി എടുക്കാനുള്ള പർദ്ദയാണ് കേട്ടോ ഈ ഒരു പർദ്ദ. അപ്പോൾ ഇതിൻ്റെ കൈക്കുഴി നമുക്ക് ശരിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഷോൾഡർ ഒരുപാട് ഉണ്ട്. അപ്പോൾ ഇത്രയും ഷോൾഡർ വീതി നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് നമുക്കിതിങ്ങനെ നിവർത്തി ഇട്ടുകൊണ്ട് നമുക്ക് ഷോൾഡർ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അപ്രോപ്പറായിട്ട് നമുക്ക് അങ്ങനെയും മാർക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 2ആയിട്ട് മടക്കിയിട്ടിട്ടും നമുക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മളെ കൈക്കുഴി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് സ്ലീവിൻ്റെ 2 സ്ലീവും അയച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 സ്ലീവും ആദ്യം ഒന്ന് അയച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഷോൾഡർ അളവ് അതുപോലെ തന്നെ കൈക്കുഴിയും അളവ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ശരിയാക്കിയെടുക്കാനും. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ 2 സ്ലീവും അയച്ചെടുക്കട്ടെ. അപ്പോൾ തൊട്ട് നമ്മൾ 2 സ്ലീവും അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഷോൾഡർ എത്ര നമുക്ക് വീതിച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യണം. നമ്മളെ കൈക്കുഴി ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ കുറക്കുമ്പോൾ നമുക്ക് ഷോൾഡർ കുറച്ചാലും നമുക്ക് ഫുൾ സ്ലീവ് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. നമുക്ക് പർദ്ദക്ക് ഫുൾ സ്ലീവ് വേണം. അപ്പോൾ നമ്മൾ ഫുൾ സ്ലീവ് ഉണ്ടെങ്കിലുള്ള നമുക്ക് പർദ്ദക്ക് ഒരു ഭംഗി ഉണ്ടാകുക. അപ്പോൾ ആ ഒരു ഫുൾ സ്ലീവായിട്ട് നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. അളന്നിട്ട് നോക്കണം. എന്നിട്ട് വേണം നമ്മളെ കൈൻ്റെ ഷോൾഡർ കുറക്കാൻ. ചിലപ്പോൾ ഷോൾഡർ കുറച്ച് കഴിഞ്ഞാൽ സ്ലീവ് കുറച്ച് കയറി പോയിട്ട് നമുക്ക് സ്ലീവിന് ലെങ്ത്ത് കുറയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പക്ഷേ ഇങ്ങനെ ഷോൾഡർ ഇറങ്ങി കിടക്കുന്നത് പൊതുവേ സ്ലീവും കൂടി കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാലും നമുക്ക് കറക്റ്റ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് പാകാകാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഒന്ന് അളന്ന് നോക്കട്ടോ. നമ്മളെ ഷോൾഡർ കുറച്ചാൽ നമ്മളെ സ്ലീവ് പാകാകുമോ, നമ്മളെ ലെങ്ത്തൊക്കെ കറക്റ്റ് ആകുമോ എന്നുള്ളത് നമ്മളൊന്ന് ടാപ്പ് വെച്ചിട്ടൊന്ന് അളന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ 2 മെത്തേഡിലാണ് നമ്മളൊന്ന് കാണിച്ചു തരുന്നത്. ഒന്ന് ഇതുപോലെ നമ്മളെ പർദ്ദ നിവർത്തിയിട്ടിട്ട് കറക്റ്റ് സെൻറ്റർ നമ്മൾ നെക്കിൻ്റെ ആ ഒരു കറക്റ്റ് ഭാഗം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഷോൾഡർ വീതി മാർക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് നമുക്ക് ഷോൾഡർ വീതി മൊത്തം 14 ഇഞ്ചാണ്. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ഒരു 7 ഇഞ്ചിൽ വെച്ചിട്ട് 7 ഇഞ്ച് അങ്ങോട്ടും 7 ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ, നമുക്ക് സ്ലീവുമായിട്ട് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഉള്ള ഒരു അറേഞ്ച് കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഷോൾഡർ 2 ഭാഗത്തും മാർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൈക്കുഴി നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതും മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് വേണ്ട കൈക്കുഴി ഏകദേശം ഒരു 7.25 ഓളം കൈക്കുഴി വേണം. അപ്പോൾ നമ്മളിവിടെ 7.25 ഇവിടെ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ബോക്സ് ആക്കിയിട്ട് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റേ സൈഡും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ഇവിടെ ഈ മൂലയിൽ നിന്നും 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കൈക്കുഴി ഈ ചെസ്റ്റിലേക്ക് ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും നമ്മൾ ഇതുപോലെ വരച്ചിട്ട് 2 സൈഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് ഒരു മെത്തേഡ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ തുണിയൊക്കെ 4ആയിട്ട് മടക്കി ഇടുന്നത് പോലെ തന്നെ നമ്മൾ ഈ പർദ്ദ ഇതുപോലെ 2ആയിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റാക്കി ഇങ്ങനെ മടക്കി ഇട്ട് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗം, കൈക്കുയുടെ ഭാഗമൊക്കെ കറക്റ്റാണോ നോക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇത് മടക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റാക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും സെൻറ്ററിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ. എന്നിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കൈക്കുഴിയും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് വെച്ചാൽ ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച്, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടിയും കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ 7.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ റെഡിമെയ്ഡ് സ്ലീവിന് ചിലപ്പോൾ കുറച്ച് തയ്യൽ തുമ്പ് അധികമായിട്ട് ഇതുണ്ടാകാറുണ്ട്, ചിലപ്പോൾ കമ്മിയാകാറുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ തയ്യൽ തുമ്പ് കൊടുക്കുക. പിന്നെ നമ്മൾ മുകളിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ആ ഒരു തയ്യലുണ്ടല്ലോ, അത് മുതൽ നമ്മൾ കൈക്കുഴി എത്രയാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ ആ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ 7.25 അപ്പോൾ ആ ഒരു 7.25 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 7.25 ഉള്ളത് ഞാനൊരു 8 ഇഞ്ചോളം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പർദ്ദയൊക്കെ ആകുമ്പോൾ കുറച്ച് ലൂസിൽ കിടക്കണമല്ലോ, നമുക്ക് ചുരിദാർ പോലെ നല്ല ടൈറ്റായിട്ട് കിടക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി പിന്നെ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ചെസ്റ്റാണ്. അപ്പോൾ ചെസ്റ്റ് അളവ് എത്രയും നോക്കുക. എന്നിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ട ചെസ്റ്റ് അളവ് ഇവിടെ 10 ഇഞ്ചാണ്. അപ്പോൾ ആ 10 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. ബാക്കി വരുന്നത് നമുക്ക് തയ്യൽ തുമ്പായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്കി 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് കുഴിച്ച് വരച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്നും 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇനി നമുക്കിതൊന്ന് ചെസ്റ്റിലേക്കൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തല്ല, ആ ചെസ്റ്റിലേക്ക് വേണം നമ്മളിങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കർവ് ചെയ്യുക. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം, ഷേപ്പിൻ്റെ വീതി മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത്, ഹിപ്പിൻ്റെ അവിടുത്തെ വീതി ഒക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഷേപ്പ് ലെങ്ത്ത് 13 ഇഞ്ച്, പിന്നെ ഇവിടുത്തെ വീതി 9 ഇഞ്ച്. പിന്നെ ഇതിമേ നമുക്ക് തയ്യൽ തുമ്പ് ഇവിടെ ഒരു 3 ഇഞ്ചോളം തയ്യൽ തുമ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മതി, ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കളയാം. ഞാനിപ്പോൾ കട്ട് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യണത് നമ്മൾ കൈക്കുഴി മാത്രമേ കട്ട് ചെയ്യണുള്ളൂ. നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ കുത്തിക്കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഹിപ്പിൻ്റെ അവിടെയും നമുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതോ നമുക്ക് അവിടെ വീതി അത്ര വേണമെന്നുണ്ടെങ്കിൽ ഹിപ്പിൻ്റെ അവിടേക്കുള്ള വീതി നമുക്കൊന്നിങ്ങനെ കർവ് ചെയ്തിട്ട് ഒന്ന് വരച്ചിടുന്നാലും മതി. അപ്പോൾ ഇത്രയും നമുക്ക് ഷോൾഡർ കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്. കൈക്കുഴി മാർക്ക് ചെയ്യുക, നമ്മൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ പർദ്ദയുടെ തുണിയാകുമ്പോൾ ഒന്നിങ്ങനെ തെന്നി നീങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കൈക്കുഴി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷോൾഡർ 2 ഷോൾഡറും കറക്റ്റ് അളവാണ് നോക്കുക. അപ്പോൾ നമുക്കിവിടെ 4 ഇഞ്ച് 4.5 ഇഞ്ച് നമ്മൾ ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് 4.5 ഇഞ്ച് ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്മേൽ സ്ലീവ് ജോയിൻറ്റ് ചെയ്യാം. സ്ലീവ് ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഷേപ്പും ഇതൊക്കെ മാർക്ക് ചെയ്തല്ലോ, എന്നിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി.
നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കണം, അതുപോലെ തന്നെ സ്ലീവിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പർദ്ദയുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തെ നല്ല വശം, അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തെ നല്ല വശം തമ്മിൽ ഇതുപോലെ ഒന്ന് അരയിഞ്ചിൽ നമ്മളിതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുത്തു, പിന്നെ രണ്ടാമത്തെ സ്ലീവും ജോയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ 2 സ്ലീവും ഞാനിവിടെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡർ കറക്റ്റ് 14 ഇഞ്ച് കിട്ടിയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ എനിക്കിവിടെ 14 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. 14 ഇഞ്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി നമ്മളെ സ്ലീവിൻ്റെ അവിടെ ഒന്ന് കയറ്റിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് സൈഡ് ഭാഗം നമ്മൾ ഷേപ്പും അതുപോലെ തന്നെ ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്തല്ലോ, നമുക്ക് ആ ഷേപ്പിലൂടെ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്താൽ മാത്രം മതി. നമ്മൾ ഹിപ്പിലേക്ക് ഇതുപോലെ കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു തയ്യലിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതുപോലെ 2 സൈഡും നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിലേക്ക് നമ്മൾ പർദ്ദ ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ 2 സൈഡും ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ കുറച്ചെടുത്തിട്ടുണ്ട്, നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഷോൾഡറിൻ്റെ അവിടെയൊക്കെ അധികം തുണി തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോൾഡറൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അളവിലേക്ക് കറക്റ്റ് പാകത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പർദ്ദ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.